താടിയുള്ള അപ്പനെ പേടിയുള്ളൂ. ഇതൊരു പ്രയോഗമാണ്. പൊതുവേ നമ്മൾ മലയാളത്തിൽ ചിലതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. ചിലരെ നമുക്ക് പേടിയുണ്ട്, ചിലരെ പേടിയില്ല. ചിലരോട് നമുക്ക് ഭയഭക്തി ബഹുമാനമുണ്ട്, മറ്റു ചിലരോട് ഭയങ്കര പുച്ഛമാണ്. ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, പഴഞ്ചൊല്ലുകൾ ഒക്കെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഇതാ ഈ താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്ന ആ ഒരു ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. മറ്റൊന്നുമല്ല, ഒരു വിടുവായത്തരം പറഞ്ഞ കുന്തം കൊടച്ചക്രം പ്രയോഗങ്ങളുടെ ഉപജ്ഞാതാവ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. ലേലു അല്ലു, ലേലു അല്ലു, ലേലു അല്ലു. വിഷയം എല്ലാവർക്കും അറിയുന്നതാണ്. മലപ്പുറത്തും കാസർഗോഡും തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നവരുടെ പേരുകൾ നോക്കിയാൽ മനസ്സിലാവും കേരളത്തിലെ വർഗീയത എന്താണെന്ന് അറിയാൻ. ഇങ്ങനെയായിരുന്നു സജി ചെറിയാൻ്റെ പ്രസ്താവന. ആ പ്രസ്താവന വലിയ പ്രതിഷേധത്തിന് കാരണമായി. തീർച്ചയായിട്ടും ആ പ്രസ്താവന തെറ്റാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവും പറയാൻ പാടില്ല. കാരണം വോട്ട് ജനങ്ങളുടേതാണ്. ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവരുടെയോ മതത്തിൽപ്പെട്ടവരുടെയോ ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്നവരുടേതോ അല്ല, ഇന്ത്യൻ പൗരന്മാരുടേതാണ് വോട്ട്. അതിന് ജനാധിപത്യത്തിൽ വലിയ മൂല്യമുണ്ട്. ജനങ്ങളാണ് യജമാനന്മാർ. മന്ത്രിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും ഒക്കെ അവരുടെ സേവകരാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സമ്പ്രദായം, അതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിൽ യഥാർത്ഥ ദൈവങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. ആ ജനങ്ങളെ അപമാനിക്കരുത് ഒരു രാഷ്ട്രീയക്കാരനും. തീർച്ചയായിട്ടും സജി ചെറിയാൻ പറഞ്ഞത് വലിയ തെറ്റു തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ എൻ്റെ ഒരു ചോദ്യം, സജി ചെറിയാൻ മാത്രമാണോ ഇതൊക്കെ പറയുന്നത്? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം LDFിൻ്റെയും UDFിൻ്റെയും ഒക്കെ നേതാക്കൾ ഇത് പറയുന്നില്ലേ? ഇവിടുത്തെ ജാതി മത വർഗീയ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവർ ഇതൊക്കെ പറയുന്നില്ലേ? ഈ സജി ചെറിയാൻ പറയുന്നതിന് മറുപടിയായി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? അതുപോലെ ഇവിടെ NSSും SNDPയും തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് മുസ്ലിം വിരോധത്തിൻ്റെ പേരിലാണ് എന്ന് അടച്ചാക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഒരു മുസ്ലിം സംഘടനയുടെ സമുന്നതനായ നേതാവല്ലേ, നാസർ ഫൈസി കൂടത്തായി. ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കണ്ടേ? സജി ചെറിയാനെ മാത്രം ക്രൂശിച്ചാൽ മതിയോ? വെള്ളാപ്പള്ളി നടേശനെ മാത്രം ക്രൂശിച്ചാൽ മതിയോ? ഇത് തൂക്കി നോക്കുമ്പോൾ കൈവിറയ്ക്കാൻ പാടില്ല. ഇത്തരത്തിൽ വിടുവായത്തരം, ഇത്തരത്തിൽ വർഗീയത പറയുന്ന എല്ലാവരെയും ഒരുപോലെ തന്നെ കണക്കാക്കണം. എല്ലാവരോടും ഒരുപോലെ തന്നെ പ്രതികരിക്കണം. എല്ലാവരുടെ പ്രസ്താവനകളെയും ഒരുപോലെ അപലപിക്കണം. പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. ചിലരോട് ഒരു നയം, മറ്റു ചിലരോട് മറ്റൊരു നയം. ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തുടർന്നു പോകുന്നു. ഈ സജി ചെറിയാൻ ഈ പറഞ്ഞതുപോലെ മലപ്പുറത്തെയും കാസർഗോഡിനെയും മാറ്റിയിട്ട് തിരുവനന്തപുരമെന്നും പത്തനംതിട്ട എന്നും അല്ലെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ സജി ചെറിയാന് മാപ്പ് പറയേണ്ടി വരുമോ? ഇല്ല, കട്ടായം, ഉറപ്പ്. സജി ചെറിയാനെ ആരും മാപ്പ് പറയാൻ നിർബന്ധിക്കില്ല. ഇപ്പോൾ പാർട്ടി ഇടപെട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇടപെട്ട് സജി ചെറിയാനോട് മാപ്പ് പറയാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം അത് അനുസരിച്ചു. നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു. എൻ്റെ വാക്കുകൾ എൻ്റെ സഹോദരങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. തീർച്ചയായിട്ടും നല്ല വാക്കുകൾ തന്നെ. പക്ഷേ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? സജി ചെറിയാന് ഒരു നീതി, വെള്ളാപ്പള്ളിക്ക് മറ്റൊരു നീതി, സുകുമാരൻ നായർക്ക് ഇനിയൊരു നീതി, നാസർ ഫൈസി കൂടത്തായിക്ക് ഇതൊന്നും ബാധകമല്ല. ഇത് ശരിയാണോ? ഈ ഒരു നിലപാട് രാഷ്ട്രീയ പാർട്ടികളും സാമുദായിക നേതാക്കളും സാംസ്കാരിക നായകന്മാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഒക്കെ പിന്തുടരാൻ പാടുണ്ടോ? എല്ലാവരോടും ഒരേ നയമല്ലേ സ്വീകരിക്കേണ്ടത്? സജി ചെറിയാൻ പറഞ്ഞതിലെ തെറ്റ് നമ്മളെല്ലാവരും
അംഗീകരിക്കുന്നു. അതിന് അദ്ദേഹം ക്ഷമ ചോദിക്കേണ്ടത് തന്നെ. പ്രത്യേകിച്ചും തിരഞ്ഞെടുക്കപ്പെട്ട് ജനപ്രതിനിധിയായിട്ട് വന്ന് മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. മുമ്പും അദ്ദേഹം ഇത്തരത്തിലുള്ള വിടുവായത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഭരണഘടന നിലവിൽ വരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവിടെ അത്ര നികൃഷ്ടമായി പുച്ഛമായി ഭരണഘടനയെ അവഹേളിച്ച ശ്രീ സജി ചെറിയാന് തൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിന്നീടാണ് അദ്ദേഹം മടങ്ങിയെത്തിയത്. എന്തായാലും ഇതൊരു കാര്യം അടിവരയിട്ട് സൂചിപ്പിക്കുന്നു, വ്യക്തമാക്കുന്നു. മറ്റൊന്നുമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ DGP ആയി വിരമിച്ച IPS ഉദ്യോഗസ്ഥൻ ശ്രീ TP സെൻകുമാർ ഒരു കാര്യം പറഞ്ഞിരുന്നു. കേരളത്തിൽ ഹിന്ദു നാമധാരികളായ ചില നേതാക്കൾ ഹിന്ദുക്കളെ അടച്ചാക്ഷേപിക്കുന്നുണ്ട്. ഹിന്ദു സംസ്കാരത്തെ, സനാതന ധർമ്മത്തെ തെരുവിലിട്ട് കൊട്ടുന്ന ഒരു ചെണ്ടയാക്കി മാറ്റിയിരിക്കുന്നു. അവർ നിരന്തരം മറ്റു മതങ്ങളിലെ മനുഷ്യത്വഹീനമായ കാര്യങ്ങൾ, മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ ഇതൊന്നും കാണില്ല. മറ്റു മതങ്ങളിലെ തെറ്റുകുറ്റങ്ങളൊന്നും അവർ കാണില്ല. നേരെ മറിച്ച് ഹിന്ദുക്കളിലെ, സനാതനധർമ്മ വിശ്വാസികളിലെ, അതിൻ്റെ ആശയങ്ങളിലെ ഒക്കെ ചെറിയൊരു പിഴവുണ്ടായാൽ പോലും അതിഘോരം അതിനെ വിമർശിക്കുകയും അതിനെ പള്ളു പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ നിരന്തരം കണ്ടുവരികയാണ്. സെൻകുമാർ മുന്നോട്ട് വെച്ചത് ഒരു ആശയമാണ്, ഒരു പദ്ധതിയാണ്, മറ്റൊന്നുമല്ല. ഇത്തരത്തിൽ സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന ഹിന്ദു നാമധാരികളെ തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കണം. അവരുടെ തൊട്ടടുത്ത് വരുന്ന സ്ഥാനാർത്ഥിക്ക് ഹിന്ദുക്കൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യണം എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു. കാരണം അത് സനാതനധർമ്മത്തെ അവഹേളിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു അവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്തരുത്, പകരം BJPക്ക് കിട്ടുന്ന വോട്ടുകൾ മുഴുവനും ആ രണ്ടാമതെത്തുന്ന ആ സ്ഥാനാർത്ഥിയുടെ ജാതിയും മതവും ഒന്നും പരിഗണിക്കാതെ ആ സ്ഥാനാർത്ഥിക്ക് കൊടുത്ത് ഈ ഹിന്ദു നാമധാരിയായ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം. അങ്ങനെയേ ഇവർ പാഠം പഠിക്കുകയുള്ളൂ, ഹിന്ദുക്കളെ അവഹേളിക്കുന്നത് അവസാനിപ്പിക്കുകയുള്ളൂ. ഇത് അദ്ദേഹം ഒരു ആശയമായിട്ട്, ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് വെച്ചു. പക്ഷേ അതിന് നമുക്കറിയാം, അദ്ദേഹത്തിന് നേരെ ഉണ്ടായ സൈബർ ആക്രമണം നമുക്കറിയാം. വലിയൊരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നു. പക്ഷേ ഈ അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങളും വളരെ രൂക്ഷമായിരുന്നു. ഇത് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ സജി ചെറിയാനോട് ഒരു നയം, സെൻകുമാറിനോട് മറ്റൊരു നയം, ഈ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും വിമർശിക്കുന്നത് പോകട്ടെ, NSSനെയും SNDPയെയും NSSും SNDPയും ചേർന്ന് മിശ്ര വിവാഹം നടത്താത്തതിനെയും ഒക്കെ സാങ്കല്പികമായി സങ്കല്പിച്ചുകൊണ്ട് വിമർശിക്കുന്ന നാസർ ഫൈസി കൂടത്തായിയോട് ആർക്കും ഒന്നും ചോദിക്കണ്ട. ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണ്ടേ? ഈ സജി ചെറിയാൻ മാപ്പ് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിൽ പെരുമാറിയ, സംസാരിച്ച ആൾക്കാരുടെ വാക്കുകളെ അപലപിക്കണ്ടേ? അതെന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നില്ല? അപ്പോൾ കേരളത്തിൽ ഒരു വൺ വേ മതേതരത്വമാണ്, മതനിരപേക്ഷതയാണ്, സെക്കുലറിസമാണ് നിലനിൽക്കുന്നത് എന്ന് പലരും പറയുന്നത് ശരിയല്ലേ? അതിനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? ഈ പറഞ്ഞതുപോലെ ഒരു വൺ വേ മതേതരത്വം, അത് ആ മതേതരത്വം ചുമക്കേണ്ടത് ഹിന്ദുക്കളുടെ മാത്രം ഉത്തരവാദിത്വം എന്നതുപോലെയാണ് ചിലരൊക്കെ പെരുമാറുന്നത്. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് പറയുകയല്ല, ഇതിൽ ഹിന്ദുക്കളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് രസകരം. ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഈ പറഞ്ഞ ഒരു സെക്കുലറിസം പാലിക്കേണ്ടത്, അത് ചുമക്കേണ്ടത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായമാണ്, അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളാണ്, ഹിന്ദു വോട്ടർമാരാണ് എന്നൊരു നിലപാട് അവർക്കുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു നിലപാട് അവർ എടുക്കുമ്പോൾ അതിന് കൃത്യമായ മറുപടി, ചുട്ട ഉത്തരം കൊടുക്കണ്ടേ? അത് ആവശ്യമില്ലേ? ഈ പറയുന്നത് പോലെ അങ്ങനെ മതേതരത്വം പാലിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്, എല്ലാവരുടെയും കർത്തവ്യമാണ്, എല്ലാവരുടെയും ധർമ്മമാണ്. അല്ലാതെ അത് കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം
അവരത് സഹിച്ചു കൊള്ളണം, അവരുടെ ഉത്തരവാദിത്വമാണ്, ഞങ്ങളിതൊന്നും പാലിക്കില്ല, ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് മറ്റു ചിലരുടെ നിലപാട് അത് അനുവദിക്കാൻ പാടുള്ളതല്ല തന്നെ. ഒരു ജനാധിപത്യ മതനിരപേക്ഷ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൽ എല്ലാ പൗരന്മാരും തുല്യരാണ്. ആരെയും മതത്തിൻ്റെ പേരിൽ വേർതിരിക്കാനാകില്ല, ആരെയും മതത്തിൻ്റെ പേരിൽ തൂക്കി നോക്കാൻ പാടില്ല. എല്ലാവർക്കും അവരുടേതായ മതവിശ്വാസം പിന്തുടരാനും മുന്നോട്ട് പോകാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ ആർക്കും അടിയറ വച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു മതനിരപേക്ഷ സമൂഹത്തെ നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. സജി ചെറിയാൻ ഖേദം പ്രകടിപ്പിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ നയം എല്ലാവരോടും ഒരുപോലെ കാണിക്കണം എന്ന ആവശ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നതെന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ.